നമ്മൾ ലെവലിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെവലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിൻറ്റിനെ ഒരു പർട്ടിക്കുലർ എലിവേഷനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പോയിൻറ്റിൻ്റെ പർട്ടിക്കുലർ പോയിൻ്റ് എന്തോരം എലിവേഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെവലിംഗ് നമ്മൾ ചെയ്യുന്നത്. എലവേഷൻ ഓഫ് പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഗിവൺ എലവേഷനിൽ പോയിൻറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഹൈവേസോ റെയിൽവേസോ ഒക്കെ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡ് ലൈൻ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക, ഗ്രേഡ് ലൈൻ എന്തോരം ഹൈറ്റ്സിലാണെന്നൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് എന്തോരം വോളിയം ഓഫ് എർത്ത് വർക്കൊക്കെ വേണ്ടി വരും എന്നൊക്കെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഒരു ഏരിയയുടെ ഡ്രെയിനേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അറിയാനായിട്ട്, അങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ലെവലിങ്ങിലേക്ക് പോകുമ്പം നമുക്ക് കുറച്ച് ടേംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ലെവൽ സർഫസ് ആണ്. ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എർത്ത് എന്ന് പറയുന്നത് ഒരു സ്പീറോയിഡലായിട്ടുള്ള ഒരു സർഫസാണ് എർത്ത് സർഫസ് എന്ന് പറയുന്നത്. അപ്പം എർത്തിൻ്റെ ആ സ്പീറോയിഡൽ സർഫസിന് പാരലായിട്ട് വരുന്ന സർഫസിനെയാണ് നമ്മൾ ലെവൽ സർഫസ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ മെയിൻ സ്പീറോയിഡൽ സർഫസിന് പാരലായിട്ട് വരുന്ന സർഫസിനെയാണ് നമ്മൾ ലെവൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു സ്റ്റിൽ ലേക്കിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു ലെവൽ സർഫസാണ്. ഇത് എർത്തിൻ്റെ കർവേച്ചർ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അതിന് പാരലായിട്ട് വരുന്ന സർഫസാണ്. പിന്നെ വരുന്നത് ഹൊറിസോണ്ടൽ സർഫസാണ്. ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറഞ്ഞാൽ, ഈ ലെവൽ സർഫസിൽ നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ലെവൽ സർഫസിലെ ഒരു പോയിൻറ്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ, ആ ഒരു പ്ലെയിനിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറയുന്നത്. ലെവൽ സർഫസിൻ്റെ ഒരു പോയിൻറ്റിന് ടാൻജൻഷ്യലായിട്ട് നിൽക്കുന്ന സർഫസിനെയാണ് ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ടേമാണ് ഡാറ്റം. ഡാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു അസ്യൂംഡ് ലെവൽ സർഫസിനെ ബേസ് ചെയ്തിട്ടാണ് എലിവേഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ സർവേ ഒക്കെ ചെയ്യുമ്പം ഒരു പർട്ടിക്കുലർ റെഫറൻസ് പോയിൻ്റ് വേണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അസ്യൂംഡ് ലെവൽ സർഫസിനെയാണ്, എലിവേഷൻസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസ്യൂംഡ് ലെവൽ സർഫസിനെയാണ് നമ്മൾ ഡാറ്റം എന്ന് പറയുന്നത്. അത് നോർമലി ഇന്ത്യയിൽ അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് മുംബൈ ഹൈനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് മീൻ സീ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡാറ്റം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും കണ്ടുപിടിക്കാനായിട്ട് ഒന്നിലധികം ഓഷൻസിൻ്റെ ആവറേജ് വാല്യൂ ഓഫ് ടൈഡിൻ്റെ ഒക്കെ ലെവൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്, ഏകദേശം ഒരു 19 ഇയേഴ്സിലെ ടൈഡ് ലെവൽ നോക്കിയിട്ടാണ് ആ ഒരു സർഫസ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മുംബൈ ഹൈനെ ബേസ് ചെയ്തിട്ടാണ് ലെവൽ സർഫസ് അല്ലെങ്കിൽ ഡാറ്റം സർഫസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് സർവേക്കൊക്കെ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഡാറ്റം എന്ന് പറയുന്നത് മുംബൈ ഹൈയിലെ മീൻ സീ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഡാറ്റം എന്താണെന്നുള്ളത് അറിയാം. നമുക്ക് എലിവേഷൻസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന അസ്യൂംഡ് ലെവൽ സർഫസിനെയാണ് ഡാറ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് ബെഞ്ച് മാർക്ക്? ബെഞ്ച് മാർക്കും ഫിക്സ്ഡ് പോയിൻ്റ് ഓഫ് അല്ലെങ്കിൽ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന പോയിൻ്റാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ലെവലിംഗ് അല്ലെങ്കിൽ സർവേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഒരു നോൺ എലവേഷനുള്ള ഫിക്സ്ഡ് പോയിൻറ്റിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ എലവേഷനുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന എലവേഷനുള്ള ഒരു ഫിക്സ്ഡ് പോയിൻറ്റിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ ഈ റെഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാറ്റവും ബെഞ്ച് മാർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഡാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർഫസാണ്. ആ സർഫസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എലിവേഷൻസ് കണ്ടുപിടിക്കുന്നത്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് അല്ല, പകരം നോൺ എലിവേഷനുള്ള ഒരു പോയിൻ്റാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് പോയിൻ്റ് ഓഫ് നോൺ എലിവേഷൻ, അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കുണ്ട്. അതായത് നമുക്ക് സർവേസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബെഞ്ച് മാർക്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് GTS ബെഞ്ച് മാർക്കാണ്. അത് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക് സർവേ വഴി കണ്ടുപിടിച്ചിരിക്കുന്നതാണ് GTS ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. മുംബൈ ഹൈനെ ബേസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വരുന്നത് പെർമനൻറ്റ് ബെഞ്ച് മാർക്കാണ്. അത് PWD ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അതിപ്പോൾ നമ്മൾ റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പോൾ അത് PWD വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് എളുപ്പത്തിന് വേണ്ടി PWD ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ടെമ്പററി ആയിട്ടുള്ള ബെഞ്ച് മാർക്കുകളുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഒരു ദിവസത്തെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു റെഫറൻസ് പോയിന്റ് വേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ഏരിയാസൊക്കെ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർബിട്രറി ആയിട്ടുള്ള ബെഞ്ച് മാർക്കുകൾ ഫിക്സ് ചെയ്യും. അങ്ങനെ 4 ടൈപ്പ് ബെഞ്ച് മാർക്കാണ്. GTS ബെഞ്ച് മാർക്ക്, പെർമനൻറ്റ് ബെഞ്ച് മാർക്ക്, ടെമ്പററി നമ്മൾ ചെറിയ വർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ വർക്ക് എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തേക്ക് നമുക്കൊരു ഫിക്സ്ഡ് പോയിൻ്റ് ഓഫ് അറിയാവുന്ന ഒരു പോയിൻ്റ് വേണം, അവിടെ നിന്നാണ് സർവേ തുടങ്ങാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ സർവേസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെവലിംഗ് ഉണ്ട്. ലെവലിങ്ങിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ലെവലിംഗ് മെത്തേഡ്സ് ഓഫ് ലെവലിംഗ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെയിൻലി ഇതിനെ ഡയറക്റ്റെന്നും ഇൻഡയറക്റ്റ് ലെവലിംഗ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയും. നമുക്ക് ലെവൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സർവീസ് അതിന് സിമ്പിൾ ലെവലിംഗ് എന്നും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്നും പറയാം. സിമ്പിൾ ലെവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ പോയിൻറ്റ്സും ഒറ്റ സ്റ്റേഷനിൽ നിന്ന് വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സിമ്പിൾ ലെവലിംഗ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേഷൻ ഫിക്സ് ചെയ്താൽ ആ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എല്ലാ പോയിൻറ്റ്സും എലവേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും സ്റ്റാഫ് വെച്ചിട്ട്. അതിനെയാണ് സിമ്പിൾ ലെവലിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ഡിഫറൻഷ്യൽ ലെവലിംഗ് വരുന്നുണ്ട്. ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എല്ലാ പോയിൻറ്റ്സും വിസിബിൾ ആവില്ല. ചിലപ്പോൾ എലവേഷൻ ഡിഫറൻസ് ഒക്കെ മൂലം എല്ലാ പോയിൻറ്റ്സും ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ വിസിബിൾ ആകണമെന്നില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അടുത്തൊരു പോയിൻറ്റിലേക്ക്. വെച്ചാൽ ആദ്യത്തെ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് അടുത്തൊരു പോയിൻറ്റിൽ വെച്ചിട്ട് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് അവിടെ നിന്ന് വിസിബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞ് വേറൊരു പോയിൻറ്റിലേക്ക് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് ലെവലിംഗ് ഉണ്ട്. അത് നമ്മൾ അതിന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാം. ട്രിഗ്നോമെട്രിക് ലെവലിംഗ്, പാരാമെട്രിക് ലെവലിംഗ്, ഹിപ്സോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്. ട്രിഗ്നോമെട്രിക് ലെവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്തുകൊണ്ട് ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതാണ് ട്രിഗ്നോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്. ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വരുന്ന ചേഞ്ചസ് നോക്കിയിട്ട് നമ്മൾ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. അതായത് എലവേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് പ്രഷർ വേരിയേഷൻ വരും. അതനുസരിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നതാണ് ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഹിപ്സോമെട്രിക് ലെവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എലവേഷൻ ഡിഫറൻസ് വരുമ്പം വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറിലും ഡിഫറൻസ് വരും. അപ്പോൾ അത് നോക്കിയിട്ട് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കിയിട്ട് എലവേഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് ഹിപ്സോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്. അതൊന്നും നമുക്കത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെവൽസ്, അത് ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെവൽസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡംപി ലെവലാണ്. ഡംപി ലെവൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഡംപി ലെവൽ എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ഇൻസ്ട്രുമെൻ്റാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് സപ്പോർട്ടിലേക്ക് റിജിഡായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്കതിനെ മാറ്റാനൊന്നും പറ്റില്ല, തിരിക്കാനോ ഒന്നും പറ്റില്ല, റിവേഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. അത് റിജിഡായിട്ട് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതിനെ റൊട്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് മൂവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ ലെവലെന്ന് പറയുന്നത് വൈ ലെവലാണ്. ഡംപി ലെവൽ റിജിഡ്ലി ഫിക്സ്ഡ് ടു സപ്പോർട്ടാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ വരുന്ന രണ്ടാമത്തെന്ന് പറയുന്നത് വൈ ലെവലാണ്. വൈ ലെവലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സപ്പോർട്ടിലേക്ക് അത്ര റിജിഡായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ല, നമുക്കതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സപ്പോർട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മെയിനായിട്ടുള്ള അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡംപി ലെവലുമായിട്ട് നോക്കുകയാണെങ്കിൽ ഡംപി ലെവൽ എന്ന് പറയുന്നത് ഒരു സ്പിൻഡിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. പക്ഷേ വൈ ലെവൽ എന്ന് പറയുന്നത് ഒരു വൈ സപ്പോർട്ടിലാണത് ക്യാരി ചെയ്യുന്നത്, ടെലസ്കോപ്പ് ക്യാരി ചെയ്യുന്നത്. അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നമുക്കത് റിവോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതെന്ന് പറയുന്നതാണ് കുക്സ് റിവേഴ്സിബിൾ ലെവൽ. കുക്സ് റിവേഴ്സിബിൾ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡംപി ലെവലിൻ്റെയും വൈ ലെവലിൻ്റെയും ഗുഡ് ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് കുക്സ് റിവേഴ്സിബിൾ ലെവൽ എന്ന് പറയുന്നത്.
അതും നമുക്ക് അതിൻ്റെ സോക്കറ്റിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ് ഹൂക്സ് റിവേഴ്സിബിൾ ലെവൽ. പിന്നെ വരുന്നതെന്ന് പറയുന്നത് കുഷിങ്സ് ലെവലാണ്. കുഷിങ്സ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബാക്കി ഹൂക്സ് റിവേഴ്സിബിൾ ലെവലോ വൈ ലെവലോ പോലെയൊന്നും നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഐ പീസും ഒബ്ജക്റ്റ് ക്ലാസ്സും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ടെലസ്കോപ്പിനെ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്ത ലെവലാണ് ടിൽറ്റിംഗ് ലെവൽ അല്ലെങ്കിൽ മോഡേൺ ലെവൽ എന്ന് പറയാം. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിന് അബൌട്ടായിട്ട്, അതായത് നേരത്തെല്ലാം ഡംപി ലെവലാണേലും വൈ ലെവലാണേലും നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ, അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ലൈൻ ഓഫ് സൈറ്റ് വെർട്ടിക്കൽ ആക്സിസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇൻസ്ട്രുമെൻ്റ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലായിട്ട് വരും, അതായത് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും. പക്ഷേ ടിൽറ്റിംഗ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ടായിട്ട് ഈ ലൈൻ ഓഫ് സൈറ്റിനെ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റും വെർട്ടിക്കൽ ആക്സിസും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കണം നിർബന്ധമില്ല ടിൽറ്റിംഗ് ലെവലിൽ. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രിസൈസ് ആയിട്ടുള്ള വർക്കുകൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ടിൽറ്റിംഗ് ലെവൽ എന്ന് പറയുന്നത്. അതിനെ മോഡേൺ ലെവൽ എന്നും പറയാറുണ്ട്. പിന്നെ ഇത് കൂടാതെ ഓട്ടോമാറ്റിക് ലെവലുണ്ട്. ഓട്ടോമാറ്റിക് ലെവൽ അല്ലെങ്കിൽ സെൽഫ് അലൈനിങ് ലെവൽ എന്ന് പറയും. സെൽഫ് അലൈനിങ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പോലെ ഒരു സ്പിരിറ്റ് ലെവലോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് നമ്മൾ അലൈൻ ചെയ്യുമല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലെവൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മീഡിയം ആൻഡ് ലാർജ് സൈസ്ഡ് പ്രൊജക്റ്റുകൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓർഡിനറി ലെവലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചുകൂടി സ്പീഡി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നൊരു അഡ്വാൻറ്റേജ് അതിനുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ലെവൽ പറഞ്ഞു. ഇനി ഇതിന് യൂസ് ചെയ്യുന്ന ലെവലിംഗ് സ്റ്റാഫുകളുണ്ട്. അതും ഡിഫറെൻറ്റ് ടൈപ്സ് ലെവലിംഗ് സ്റ്റാഫ്സ് ഉണ്ട്. അതിന് രണ്ടായിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെൽഫ് റീഡിങ് സ്റ്റാഫ് എന്നും ടാർഗറ്റ് സ്റ്റാഫ് എന്നും. അപ്പോൾ സെൽഫ് റീഡിങ് സ്റ്റാഫ് എന്ന് പറയുന്ന ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ നമുക്ക് എലവേഷൻസ് കണ്ടുപിടിക്കുന്ന സ്റ്റേഷൻസിൽ നമ്മൾ ഈ സ്റ്റാഫ് വെച്ചിട്ടാണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. അപ്പം ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ അല്ല നമ്മുടെ ആക്ച്വലായിട്ടുള്ള എലവേഷൻ കണ്ടുപിടിക്കേണ്ട സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അത് സ്റ്റാഫ് വയ്ക്കുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേഷൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റാഫ് രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെൽഫ് റീഡിങ് സ്റ്റാഫും ടാർഗറ്റ് സ്റ്റാഫും. സെൽഫ് റീഡിങ് സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.005 മീറ്റർ ആണ്. അതിൻ്റെ അകത്ത് സ്റ്റാഫിൻ്റെ അകത്ത് റീഡിങ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡല്ല ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള കട്ടകളായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ മീറ്റർ റീഡിങ്സ് വരുമ്പോൾ മാത്രം റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് റീഡിങ്, അതാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. സെൽഫ് റീഡിങ് സ്റ്റാഫ് ആണെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.005 മീറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്ത ടാർഗറ്റ് സ്റ്റാഫാണ്. ടാർഗറ്റ് സ്റ്റാഫ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.001 ഫീറ്റ് ആണ്. ഇനി ഈ സെൽഫ് റീഡിങ് സ്റ്റാഫ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. സോളിഡ് സ്റ്റാഫ് ഉണ്ട്, 10 ഫീറ്റ് അല്ലെങ്കിൽ 3 മീറ്റർ വരുന്നതൊക്കെയാണ്. അതായത് നമുക്കത് സോളിഡായിട്ട് തന്നെ 3 മീറ്റർ ഹൈറ്റിലിരിക്കുന്ന സാധനമാണ്. പിന്നെ ഫോൾഡബിൾ സ്റ്റാഫുണ്ട്. നമ്മൾ കോമൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഫോൾഡബിൾ സ്റ്റാഫുണ്ട്. കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെലസ്കോപ്പിക് സ്റ്റാഫാണ്. ഫോൾഡബിൾ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ മടക്കാൻ പറ്റുന്ന സ്റ്റാഫാണ്. അത് 4 മീറ്റർ ലെന്ത് വരെയൊക്കെ ഉള്ളത്. പിന്നെ ടെലസ്കോപ്പിക് സ്റ്റാഫുണ്ട്. അത് 4 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ ഉള്ളതാണ്. ഇപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ടെലസ്കോപ്പിക് സ്റ്റാഫാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 പീസായിട്ടൊക്കെയാണ് നോർമലി ഇരിക്കാറ്. അപ്പോൾ നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലോട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിലോട്ട് മറ്റത് കയറ്റി വെച്ച് ഇരിക്കാൻ പാകത്തിനുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താണ് റീഡിങ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ 1.25 മീറ്റർ വീതമുള്ള താഴത്തെ 2 സെറ്റും ബോട്ടം സെറ്റ് 1.5 മീറ്ററും പിന്നെ അതിൻ്റെ മുകളിലോട്ട് 1.25 മീറ്ററും ഉള്ളതാണ്.
അപ്പം നമുക്ക് ഈ 1.5 മീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു അകത്തോട്ട് കയറ്റി വെച്ചിരിക്കുന്ന സാധനം മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലേ റീഡിങ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റീഡിങ്സ് ഒക്കെ തെറ്റാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് ടെലസ്കോപ്പിക് സ്റ്റാഫാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ലെവൽ എന്നുള്ളതാണ്. അപ്പോൾ പാർട്സ് ഓഫ് എ ലെവൽ നോക്കുമ്പം നമ്മൾ നോക്കുന്ന ഒരു ഐ പീസ് ഉണ്ട്, പിന്നെ ഒരു ഒബ്ജക്റ്റ് ക്ലാസ് ഉണ്ട്, പിന്നെ ഐ പീസിനും ഒബ്ജക്റ്റ് ക്ലാസ്സിനും ഇടയ്ക്ക് ഒരു ഡയഫ്രം വരുന്നുണ്ട്. അപ്പോൾ ഈ ഡയഫ്രത്തിൻ്റെ അകത്ത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുമുള്ള ക്രോസ് ഹെയർസ് ഉണ്ട്. ഹൊറിസോണ്ടലായിട്ടുള്ള ക്രോസ് ഹെയർസ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാഫ് റീഡിങ്സ് എടുക്കുന്നത്. വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കലായിട്ടുള്ള ക്രോസ് ഹെയർസ് വരുന്നത്. പിന്നെ താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു പ്ലേറ്റ് ഉണ്ട്, അതിന് ലോവർ ട്രൈ ബാക്ക് എന്ന് പറയും, ട്രിവറ്റ് എന്നും പറയാറുണ്ട്. പിന്നെ ഒരു അപ്പർ ട്രൈ ബാക്കും ഉണ്ട്, അപ്പർ പ്ലേറ്റും. ആ അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും തമ്മിലുള്ള ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 2 പ്ലേറ്റ്സും അതിനിടയ്ക്കുള്ള ആ ഫ്രൂട്ട് സ്ക്രൂസും വരും. ഫ്രൂട്ട് സ്ക്രൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ ലെവൽ ചെയ്യുന്നത്, കറക്റ്റ് അലൈൻ ചെയ്യുന്നത്. അപ്പം ഈ പാർട്സ് ഓഫ് ലെവൽ നോക്കുമ്പം കുറച്ച് ടേംസും കൂടി നമുക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് ടെലസ്കോപ്പാണ്. ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്ലാസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററും ഐ പീസിൻ്റെ സെൻറ്ററും കൂടി ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ക്ലാസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററും ഐ പീസിൻ്റെ സെൻറ്ററും കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ്. ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് ഹെയർസിൻ്റെ ഇൻ്റർസെക്ഷനും അതുപോലെ ഒബ്ജക്റ്റ് ക്ലാസിൻ്റെ ലൈനും ഒബ്ജക്റ്റ് ക്ലാസിൻ്റെ സെൻറ്ററും കൂടി ജോയിൻ ചെയ്ത് വരുന്ന ലൈനും അതിൽ വരുന്ന പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തത് പോവുകയാണ്. ആ ലൈനിനെയാണ് നമ്മൾ ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ലൈൻ ജോയിനിങ് ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർസ് ആൻഡ് ഒബ്ജക്റ്റ് ക്ലാസ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂഷൻ. ക്രോസ് ഹെയർസിൻ്റെ ഇൻ്റർസെക്ഷനും ഒബ്ജക്റ്റ് ക്ലാസിൻ്റെ സെൻറ്ററും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സ്റ്റാഫ് വരെ എത്തുമ്പം അതിനെ ലൈൻ ഓഫ് സൈറ്റ് എന്നും, ആ ലൈൻ ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പം സ്റ്റാഫ് വരെ എത്തുമ്പോൾ അതിനെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടും എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെ ലൈൻ ഓഫ് കോളിമേഷൻ എന്നും പറയാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ക്രോസ് ഹെയർസിൻ്റെ ഇൻ്റർസെക്ഷനും ഒബ്ജക്റ്റ് ക്ലാസിൻ്റെ സെൻറ്ററും കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ക്ലാസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററും ഐ പീസിൻ്റെ സെൻറ്ററും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ഉണ്ട്. ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബബിൾ വെച്ചിട്ടാണ് കറക്റ്റ് ലെവൽ ചെയ്യുന്നത്. അതായത് ഹൊറിസോണ്ടലായിട്ട് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബബിൾ ട്യൂബ് നമ്മൾ സെൻറ്ററിലാക്കണം. അപ്പോൾ ആ ബബിൾ ട്യൂബിൻ്റെ ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ കർവിന് ടാൻജൻഷ്യലായിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെയാണ് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ബബിൾ ട്യൂബിന് അതായത് ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ചെറിയ കണ്ടെയ്നർ പോലത്തെ സാധനത്തിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു ബബിളുമായിട്ടൊക്കെ ഇരിക്കുന്ന സാധനമാണ് ഈ ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബബിൾ ട്യൂബിൻ്റെ കർവിന് ടാൻജൻഷ്യലായിട്ട് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. ലൈൻ ടാൻജൻഷ്യൽ ടു ദി ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ബബിൾ ട്യൂബ് അറ്റ് ഇറ്റ് സെൻറ്ററിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കി വെച്ചേക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഈ കൂടെ പറയാതെ പോയൊരു ടേം എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ലെവൽ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞില്ല. റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലവേഷൻ ഓഫ് എ പോയിൻറ്റിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു പോയിൻറ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്തിനെയാണ് നമ്മൾ
റെഡ്യൂസ് ലെവലിൽ നിന്ന്. ഡാറ്റം കൺസിഡർ ചെയ്യുമ്പം ഡാറ്റത്തിൽ നിന്നുള്ള ആ പോയിൻറ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡാറ്റത്തിൽ നിന്നുള്ള ഡെപ്ത് ആ പോയിൻറ്റിൻ്റെ അതിനെയാണ്, അതായത് എലവേഷൻ ഓഫ് എ പോയിൻറ്റിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവലെന്ന് പറയുന്നത്. പിന്നെ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആക്സിസ് ഓഫ് റൊട്ടേഷനെയാണ് നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേംസ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്, ലൈൻ ഓഫ് സൈറ്റ്, ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്, പിന്നെ ബെഞ്ച് മാർക്ക്, അതും ചോദിച്ചു തന്നിട്ടുള്ളതാണ്.